എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ക്രിസ്മസ് വില്ലേജ് കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നവംബർ ആകുമ്പോഴത്തേനും ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും. ഞാൻ കഴിഞ്ഞ തവണ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറി അതിൻ്റേതായ കുറേ ഡെക്കറേഷനും കാര്യങ്ങളും കുറേ നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഇത്തവണ നമ്മൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വില്ലേജ് കാണാനാണ് പോണത്. അപ്പോൾ നമുക്ക് നോക്കാട്ടോ അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന്. ഇന്നാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് കട്ടിയുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കണത്. പിന്നെ ജാക്കറ്റും എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് കാണുന്ന ഒരു ഇതാണല്ലോ വില്ലേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. വൈകിട്ടാണ് പരിപാടി. വൈകിട്ടായിരിക്കുമല്ലോ ഈ വില്ലേജ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ വൈകിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഒരു രാവ് നിർത്താതെ മഴ പെയ്തപ്പോഴത്തേനും എല്ലാ മഞ്ഞും കൂടെ അലിഞ്ഞു പോയി. പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. മഞ്ഞിൻ്റെ ഒരു കണിക പോലും ഇല്ല കാണാനായിട്ട്. ഇതൊക്കെയാണ് മഞ്ഞിൻ്റെ അവസ്ഥകൾ. നമ്മളിപ്പോൾ പോകുന്നത് ന്യൂജേഴ്സിയിലെ ഉൾറോഡുകളിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇതിപ്പോൾ നമ്മൾക്ക് കുറേ അങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് കയറണം. അപ്പോൾ പെൻസിൽവാനിയ സ്റ്റേറ്റിൽ ഫിലഡൽഫിയ എന്ന സിറ്റിയിലാണ് നമ്മളിന്ന് പോകുന്ന വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് വില്ലേജ്. അപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയിലാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മൾ പോയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടിക്കറ്റൊക്കെ കൊടുത്ത് അത് വേറൊരു രീതിയിലായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് വില്ലേജ് എന്നും പറഞ്ഞുകൊണ്ടേ കുറേ ഇങ്ങനെ ഫാമുകളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കയറി കാണുക, അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെയൊക്കെ. നമ്മളിപ്പോൾ ഒരു പാലത്തിൻ്റെ മേളിൽ കൂടിയാണ് പോകുന്നത്. 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇരുമ്പ് പാലങ്ങൾ നമുക്കിവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ താഴെയായിട്ടുള്ള ലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. വെൽക്കം ടു പെൻസിൽവാനിയ. നമ്മളങ്ങനെ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സൂര്യൻ ഏകദേശം അസ്തമിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കേണ്ടേ, ആകാശമൊക്കെ ഫുള്ള് റെഡ് കളറിലേക്കായി. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. എന്തോ ഒരു പടം വരച്ച് വച്ചേക്കട പോലെ തോന്നണില്ലേ. നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. വീഡിയോയിൽ അത് എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പോകുന്ന വഴിയിൽ ഇത് നോക്കിക്കേണ്ടേ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീടുകളൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാ വീടുകളും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതായാലും ഫിലഡൽഫിയ ഭാഗത്ത് വന്നതുകൊണ്ട് ഇവിടെ ഒരു മലയാളി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. പക്ഷേ എങ്കിലും ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം വളരെ ധൃതി പിടിച്ചാണ് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഡിന്നറും കൂടി കഴിക്കണം. ഇനി അതും കൂടി കഴിഞ്ഞിട്ട് വില്ലേജിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വില്ലേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായാൽ പിന്നെ പാടല്ലേ. നമ്മളൊരു ഷവർമ്മ കിട്ടണ ഒരു കടയിലേക്കാണ്ടോ വന്നിട്ട്. നല്ല അടിപൊളി ഷവർമ്മയാണ് ഇവിടെ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ 2 ഷവർമ്മയും പിന്നെ ഒരു ബൗളും ആണ് ഓർഡർ ചെയ്തത്. ആ ബൗളെന്ന് പറഞ്ഞാൽ അതിൽ റൈസ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, മീറ്റ് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ അതിന് ശേഷം നമ്മളൊരു മട്ടൻ റിബും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടുത്തെ ഷവർമ്മയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യാട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് റിലാക്സ് ആയിട്ട് വില്ലേജ് കാണാൻ വേണ്ടി പോകാമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ ഒരു ധൃതിയായിരിക്കൂലേ. കാരണം അവിടെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ലേറ്റായി പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതേ നമ്മൾ ഫിലഡൽഫിയ ഒരു സിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. ഞാൻ ഫിലഡൽഫിയയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സിറ്റിയുടെ അകത്ത് നമ്മൾ 2ാമത്തെ തവണയാണ് വന്നത്. ഞാനിവിടെ അമേരിക്കയിൽ വന്ന ടൈമിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി കാഴ്ചകളൊക്കെ കണ്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഇതുമാതിരത്തെ ഒരു രാത്രി കാഴ്ച കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലവ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ വെച്ചിട്ടാണ് ഇവിടെ ക്രിസ്മസ് വില്ലേജ് എന്ന് പറയണ ആ ഒരു സംഗതി ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടെ രാത്രി ആയതുകൊണ്ട് തന്നെ എന്ത് രസമാണ് കാണാനായിട്ട്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഗൈസ് നമ്മളിങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നല്ല തണുപ്പാണ്.
ഈ ലവ് പാർക്കിൻ്റെ താഴെയായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഫുള്ള് പാർക്കിംഗ് ആണ്. അപ്പം നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ പറഞ്ഞ ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഫ്രീ ആയിട്ടാണ് എൻട്രി ഒക്കെ. അപ്പോൾ നമ്മളങ്ങനെ കയറിയിട്ടുണ്ട്. നല്ല തിരക്കാണ്ട്, നല്ല തിരക്കുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ ജാക്കറ്റും കയ്യേറിയും അങ്ങനെ എല്ലാ സാമഗ്രികളും ഇട്ടിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് നടക്കാനുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വില്ലേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇല്ലാതെ പറ്റൂല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓണച്ചന്ത അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതുമാതിരത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വിൻ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാക്കറ്റുകൾ, ഗ്ലൗസുകൾ, തൊപ്പികൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലേഡീസിൻ്റെയും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫാൻസി ഐറ്റംസുകളൊക്കെയാണ് ഈ കാണുന്നത്. എല്ലായിടത്തും നല്ല തിരക്കാണ്ട്, ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക, ലൈവ് മ്യൂസിക് ഉണ്ട്, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ഷോപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ വെച്ചേക്കണണ്ട, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ സാധനങ്ങളൊക്കെ മേടിക്കലൊന്നും നടക്കില്ല, എല്ലാത്തിനും നല്ല മുടിഞ്ഞ റേറ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചന്തയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും വില കുറവിനല്ലേ സാധനങ്ങൾ വയ്ക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ഏറ്റവും വില കൂടുതലായിരിക്കും സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 30 അടി ഉയരത്തിലുള്ളൊരു പിരമിഡ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടിയ? എന്തായാലും എനിക്കും പിടികിട്ടിയിട്ടില്ല. പണ്ട് ഏതോ ഒരു സിനിമയിൽ ജോസ് പ്രകാശ് കടിച്ചു പിടിച്ചിട്ടുള്ള ആ ഒരു സംഗതി ആണോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അതെന്താ സംഗതി എന്നുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി ഓരോ സാധനങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിപ്പോൾ അതേ ഒരു ലൈവ് മ്യൂസിക്കിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫുള്ള് തിരക്കിലാണ്. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ വീണ്ടും അങ്ങനെ നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു കുറേ ആൾക്കൂട്ടം, നല്ല ക്യൂ. അപ്പോൾ അതെന്താ സംഗതി എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെയാണ്ടോ ഫുഡിൻ്റെ ഏരിയ. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ വൈൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും നോക്കാൻ നിന്നില്ല. പിന്നെ ക്യൂ നിൽക്കണതിൻ്റെ ഒരു മടി വിചാരിച്ച് പിന്നെ നമ്മൾ ഫുഡും കഴിക്കാൻ വേണ്ടി നിന്നില്ല. പിന്നെ ഈ ഫുഡ് വാങ്ങിയാലും ഈ തണുപ്പത്തിരുന്ന് കഴിക്കണ്ടേ, അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തില്ല. പിന്നെ എന്നാലും വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കി. പക്ഷേ എന്താണ് ഭയങ്കര തിരക്കുന്നത്, ഒരു സൂചി ഇട്ടാൽ പോലും താഴെ വീഴാത്ത രീതിയിലുള്ള തിരക്കാണ് ആ ഫുഡിൻ്റെ ഭാഗത്തായിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ബാഗുകൾ വിൽക്കണ ഷോപ്പുകൾ കണ്ടേ. പിന്നെ കുറേ എന്താ പറയുക, കാർഡുകൾ, പിക്ചേഴ്സുകൾ, ടീഷർട്ടുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് അതേ നോക്കിക്കേണ്ട ഒരു സ്റ്റാർ കട കണ്ടേ. അത് അലങ്കരിച്ചേക്കണ ആ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അതിൻ്റെ അകം നോക്കിക്കേണ്ട ഒരു ലൈറ്റ് പോലും ഇല്ലാതെ ഫുള്ള് ബ്ലാക്കിൽ ഇങ്ങനെ ആ സ്റ്റാറിൻ്റെ ഉള്ളിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ആ സ്റ്റാർ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ? നല്ല രസമുണ്ടല്ലേ. നമ്മൾ പെട്ടെന്ന് ദൂരെ നോക്കിയാൽ പോലും അത് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് അവർ ആ ഒരു ഷോപ്പിൽ സ്റ്റാർ അറേഞ്ച് ചെയ്തേക്കണത്.
പാത്തൂനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നൊക്കെയാണ്. പക്ഷേ അവൾക്ക് പറ്റിയത് ഒന്നുമില്ല കേട്ടോ. ഓരോ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങണേണ് എന്താണ് പറ്റിയത് ഉള്ളതെന്ന് വെച്ചിട്ട്. ഫാൻസി ഷോപ്പിൽ കയറിയിട്ടാണെങ്കിൽ അവൾക്ക് പാകത്തുന്ന ഒരു ഐറ്റംസും ഇല്ല. ഒക്കെ വലിയ വലിയ സൈസിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ വച്ചേക്കണത്. അപ്പോൾ അത് ഈ ഫിലീന്ന് എഴുതിയേക്കണാണ്ടില്ലേ, ഇതിൻ്റെ താഴെയാണ്ട് ഈ ഒരു വൈൻ ഷോപ്പ്. ഞാനപ്പോൾ ജസ്റ്റ് ഓടി വന്നൊരു വീഡിയോ എടുത്തതാണ്. അവിടെ ഒരുപാട് ഇങ്ങനെ വൈനിൻ്റെ പല വെറൈറ്റീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു തട്ടുകടയായിരുന്നേ. ഇവിടെ കൂടുതലും ഈ ഒരു സോസേജ് പോലത്തെ ഐറ്റംസാണ്, ഈ ഹോട്ട് ഡോഗ് അങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് ഇവിടെ വിൽക്കണത്. ഇതിനും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓടി വന്നതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുത്തതാണ് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് എന്നെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ചിലവർ പാർസലും വാങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ആ ലവ് എന്ന് പറയണ ആ ഒരു എഴുതിയ ഭാഗത്ത് വന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ മര്യാദക്ക് ഇന്നൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റൂല. ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ മര്യാദക്ക് ഫോട്ടോ എടുക്കാനാണ്? എന്നാലും എനിക്കൊരു ഫോട്ടോ കിട്ടി. ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ താഴെ വന്നിട്ട് ചുറ്റിനും ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിന്നാണ് ഈ ഒരു ക്രിസ്മസ് വില്ലേജ് ഇവർ സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഇതിപ്പോൾ ഈ ഒരു മാസം മാത്രമേ ഉള്ളൂ ഈ ഒരു വില്ലേജ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു കീ ചെയിൻ്റെ ഒരു ഷോപ്പിലാണ് കയറിയേക്കണത്. കീ ചെയിൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ തൂക്കിയിടുന്നൊരു സാധനമാണ്. പക്ഷെ അത് ഇങ്ങനെ കണ്ടിട്ട് വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട്. ഇത് നോക്കിക്കേണ്ടത് ഇതൊരു ജ്യൂസ് പോലെ ഇരിക്കണാണ്ടില്ലേ, അത് ഇങ്ങനെ ശരിക്കും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഒറിജിനാലിറ്റി പോലെയാണ്. നമ്മൾ തൊടുമ്പോൾ ശരിക്കും ഒരു ഒറിജിനൽ പോലെ തോന്നണ രീതിയിലാണ് അതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. നമ്മളങ്ങനെ നടക്കണ വഴിയിലാണ് ഒരു ചോക്ലേറ്റ് ഷോപ്പ് കണ്ടത്. ഇതിങ്ങനെ ആകെ തുരുമ്പ് പിടിച്ച് കിടക്കണതാണ്. അപ്പോൾ ഇത് എന്തുകൂട്ട് ഐറ്റംസ് ആണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ്ട് മനസ്സിലായത് ഒരു ചോക്ലേറ്റ് ഷോപ്പായിരുന്നു. മൊത്തം ചോക്ലേറ്റാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ കുറേ പാർട്സുകളൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചെന്നല്ലേ നിങ്ങൾക്ക് തോന്നുള്ളൂ. എനിക്ക് ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇതൊരു അമ്മച്ചിയാണ് ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെ വിൽക്കാൻ നിൽക്കണത്. അപ്പോൾ അതേ ഷൂ ഉണ്ട്, ബാഗ് ഉണ്ട്, പിന്നെ അതുപോലെ സ്കൂട്ടർ, കാറ് എല്ലാം വെച്ചിട്ട് എന്ത് ഭംഗിയായിട്ടാണെന്ന് പറഞ്ഞാൽ അവരത് ഉണ്ടാക്കി വെച്ചേക്കണത്. ശരിക്കും പറയാം അത് കണ്ട ചോക്ലേറ്റ് ആണെന്ന് തോന്നൂല, അതുപോലെയാണ്. അവസാനം ഞങ്ങൾക്ക് ഡൗട്ട് വന്നിട്ട് അവരോട് ചോദിച്ച്, ഇതേ കാറ് കണ്ടില്ലേ, ഇത് കുട്ടികളൊക്കെ കളിക്കണ പോലത്തെ ഒരു ടോയ് ആയിട്ടല്ലേ തോന്നുള്ളൂ. നമ്മളങ്ങനെ ഒരു സാധനം അങ്ങനെ വാങ്ങിയിരിക്കുകയാണ്. ഇതിന് $4 കേട്ടോ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഒരു വെറൈറ്റി ആയിട്ട് തോന്നണില്ലേ? എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചോക്ലേറ്റിന്. എനിക്ക് നന്നായി ടേസ്റ്റ് ചെയ്യാൻ പൊട്ടല്ലേ ഉടനെ പല്ലു പോയാ. ഒരു തവണയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാല്ലേ. ശരിയാട്ടെ, ഹെർഷീസിന്റെ ചോക്ലേറ്റ് പോലെ ഉണ്ട്. ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യണ കുറേ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു കടയിൽ വിൽക്കാൻ വെച്ചേക്കണത്. ആ തൂക്കിയിട്ടേക്കണ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ അതിങ്ങനെ താഴെ ബോക്സിലാക്കി ഓരോന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ മേടിക്കാം. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാ. കാര്യം നല്ല വിലയാണെങ്കിലും ചില ഐറ്റംസുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടും ഭംഗിയായിട്ടൊക്കെ തോന്നുമല്ലോ. പിന്നെ സുവനീർ അങ്ങനെ 1-2 ഐറ്റംസുകളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇത് മാത്രത്തെ സ്റ്റോളുകൾ. ഈ സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ മരം വെച്ചിട്ടുള്ള ഓരോ ഷോപ്പുകളാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് ആ ഷോപ്പുകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഇത് മാത്രത്തെ കോസ്റ്റ്യൂം ധരിച്ച ഒരാളെ കണ്ടത്. ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിട്ട് ആ ഒരു ഷോപ്പിലുള്ള ഒരാളാണെന്നാണ് തോന്നണത്. അയാൾക്കടെ ആ ഒരു ആക്ഷനൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അങ്ങനെ നോക്കി നിന്നു. ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. കാരണം വെച്ചാൽ ഇനിയും ഒരുപാട് ടൈം പോകും, അതുകൊണ്ട് അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ വില്ലേജിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വില്ലേജിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. ഫുള്ള് മാർക്കറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ പരമാവധി അവിടെ കാണാനുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല തിരക്കാണ്, ഇപ്പോഴും നല്ല തിരക്കാണ്.
ഈ പോകുന്ന വഴിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എന്തൊക്കെ ബിൽഡിംഗ് ആണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ ഒരു ലൈറ്റൊക്കെ തെളിക്കുമ്പോൾ നല്ല രസമാണല്ലോ കാണാനായിട്ട്. ഫുള്ള് ഒരു നൈറ്റ് വ്യൂ ആണ് കാണാനായിട്ട്. എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ കുറേ ക്രിസ്മസ് ട്രീയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചാണ് നമ്മുടെ യാത്ര. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഫിലഡൽഫിയയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.